ഇത് വല്ലാതെ ചതിയായി പോയി ബിഗ് ബോസ്. കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചിട്ട് ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറയുന്ന അർജുനെയും ശ്രീധുവിനെയും ചിന്തയുമാണ് ഇന്നലെ അർദ്ധരാത്രി ലൈവിൽ കാണിച്ചത്. സംഭവം എന്തെന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ തീരുമാനപ്രകാരം പവർ ടീം എന്ന കോൺസെപ്റ്റും അതുപോലെ തന്നെ പവർ റൂം അങ്ങോട്ട് ഒഴിവാക്കി. അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രി ജിൻഡു അർജുന്റെയും ശ്രീധുവിന്റെ അടുത്തായിട്ട് പറയുന്നു, ഇത് വല്ലാത്ത ചതിയായി പോയടാ, നമ്മളെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിച്ചിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തത് ശരിയായില്ല. ഞാൻ എന്റെ വീട്ടിലെ കക്കൂസ് പോലും കഴുകാത്ത ആളാണ്. ഞാൻ ഇവിടുത്തെ കക്കൂസ് എല്ലാം കഴുകി വെളുപ്പിച്ചത് പവർ റൂം സ്വന്തമാക്കാനായിരുന്നു എന്നിങ്ങനെ ജിൻഡോ പറയുമ്പോ അർജുൻ പറയുന്നുണ്ട്, നിങ്ങൾ കക്കൂസല്ലേ കഴുകി വെളുപ്പിച്ചത്, ഞാൻ അങ്ങേരുടെ ഡ്രസ്സ് തന്നെ അലക്കി വെളുപ്പിച്ചു. വീട്ടിൽ അമ്മയുടെ ഡ്രസ്സ് പോയിട്ട് എന്റെ ഡ്രസ്സ് പോലും അലക്കാത്ത ആളാണ് ഞാൻ. പവർ റൂം എടുത്ത് കളയുകയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഈ പട്ടിപ്പണിയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്ന അർജുനെ കാണാം. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് സിജോ വരുന്നു. അപ്പൊ ജിൻഡോ പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ? പവർ റൂമിൽ കയറുന്നു, ഇവിടെയുള്ള ഓരോന്നിനെയും അടിച്ചൊതുക്കുന്നു. പോരാത്തതിന് പവർ റൂമിൽ കയറുന്ന വിവരം ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി കത്ത് എഴുതിയപ്പോൾ അതിലും എഴുതി. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ, എല്ലാം പോച്ച്. അതുകൊണ്ട് ഇനി 2 ദിവസം നമുക്ക് പണിയെടുക്കാതെ റെസ്റ്റ് എടുക്കാമെന്നെല്ലാം പറയുന്ന ശ്രീധുവിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. എന്നാൽ ഇവരുടെ സങ്കടങ്ങളെല്ലാം കേൾക്കുമ്പോൾ സിജോയ്ക്ക് അവിടെ ചിരി വരുന്നു. അപ്പോൾ സിജോ പറയുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു പവർ റൂം ഒഴിവാക്കുമെന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഉഴപ്പി കളിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സിജോ അവിടെ തള്ളി മറിക്കുന്നു. പട്ടിപ്പണി എടുപ്പിച്ചിട്ട് ഞങ്ങളെ പറ്റിച്ചില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കരയുന്ന അർജുനെയും ശ്രീധുവിനെയും ജിൻഡോയുമാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കുറച്ച് വീക്കായിട്ട് ബിഗ് ബോസ് പ്രേക്ഷകരുടെ തീരുമാനത്തിനെല്ലാം വില കൽപ്പിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോൾസെയിൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.